ഞങ്ങൾ ഗോവയിലേക്ക് പോവാണ്. കണ്ണ് പൊത്തി കണ്ണില് കണ്ണില് മെയ്യെഴുതണ കണ്ണില് കാത്തുവയ്ക്കും കിസ പറഞ്ഞോള് മാജിക് ട്രാൻസ്പെറന്റ് ബാത്റൂം എവിടെയാണ്? പക്ഷെ ഇവിടെ കാണില്ലല്ലോ, കേൾക്കണില്ലല്ലോ. കാണൂലേ, തൊട്ട് കാണൂല. ഹായ് ഫ്രണ്ട്സ്, ജിഡി വ്ളോഗ്സിന്റെ 30 വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ, അപ്പോൾ ഞങ്ങളിപ്പോൾ ഉള്ളത് മൂകാംബിക റെയിൽവേ സ്റ്റേഷനിലാണ്. മൂകാംബിക ബൈൻഡൂർ റോഡ് റെയിൽവേ സ്റ്റേഷൻ. അപ്പം ഞങ്ങളിപ്പം തിരിച്ച് വീട്ടിലേക്ക് പോവല്ല. ഡെസ്റ്റിനേഷൻ, അതെന്താ ഡെസ്റ്റിനേഷൻ അമ്മ? ഗോവ. ഞങ്ങൾ ഗോവയിലേക്ക് പോവാണ്. ഫസ്റ്റ് ടൈം ആണ് ഞങ്ങൾ ഗോവയ്ക്ക് പോണത്. അപ്പം അതായിരിക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞങ്ങൾ ഗോവയിൽ 2 നൈറ്റും 1 ഡേയും ഉണ്ടാവും. അപ്പോൾ ആ 1 ഡേ നമ്മൾ അടിച്ചു പൊളിക്കും. നാളെയാണ് ആ 1 ഡേ. നമ്മളൊരു 7 മണിയൊക്കെ ആകുമ്പം എത്തും കേട്ടോ. 7 മണിയാകുമ്പോൾ എത്തും. പക്ഷേ 7 മണി മുതൽ നമ്മൾ അടിച്ചു പൊളിക്കാൻ തുടങ്ങും. അതെ, ഗോവയിൽ പോകുമ്പം ഉണ്ടാവുന്ന ആ റൂട്ട് നല്ല അടിപൊളി കാഴ്ചകളൊക്കെ ഉള്ള റൂട്ടാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പപ്പ പറഞ്ഞിരുന്നു ഒരു വെള്ളച്ചാട്ടം ഉണ്ടെന്ന് പറഞ്ഞു. നമ്മൾ ഗുജറാത്ത് പോയ സമയത്ത് എന്താ ആ വെള്ളച്ചാട്ടം നമുക്ക് കാണാൻ പറ്റില്ല, കാരണം അത് രാത്രിയായിരുന്നു, എല്ലാവരും ഉറങ്ങുന്ന ടൈമായിരുന്നു. ഫ്രണ്ട്സ്, ഇന്നെ ഇതിൽ കണ്ടില്ല എന്ന് തോന്നുന്നു. ഞങ്ങൾ ഗോവയ്ക്ക് പോവാണ്. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിലാണ് ഞങ്ങളിങ്ങനെ ഇരിക്കുകയാണ്. ഇനി ഇവിടെ കിടക്കാനുള്ള സ്ഥലമുണ്ട്. ഇവിടെ കുറേ സോഫകളൊക്കെ വന്നു. ഇനി 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് വരാം. അപ്പോഴത്തേക്കും ഞങ്ങൾ എന്ത് ചെയ്യുമോ എന്തോ. ട്രെയിനെത്തി, ഡിലേ ഉണ്ടായിരുന്നു ഫ്രണ്ട്സ്, 20 മിനിറ്റ്. ഫ്രണ്ട്സ്, അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ സക്സസ്ഫുള്ളി കയറിയിരിക്കുന്നു. ഇത്ര നേരമുള്ളൂല്ലേ കയറി തന്നെ. ഫ്രണ്ട്സ്, ഇവിടെ 3 മിനിറ്റേ ഉള്ളൂ കേട്ടോ ഷോപ്പിലെ ഗുഹയ്ക്കകത്തൂടെ കേട്ടോ നമ്മൾ പോകുന്നത്. ഉറങ്ങാൻ സമയമായി. ഞാനങ്ങനെ കുറെ കാലങ്ങൾക്ക് ശേഷം കോഫി കുടിക്കാൻ പോകുന്നു. ഫ്രണ്ട്സ്, ഇവരിവിടെ ഈച്ച കൊട്ടാരം കളിച്ചോണ്ടിരിക്കുക കേട്ടോ. കളിക്കാം, വാ. നിങ്ങൾ പറ സിനിമ പേര് പറ. അനുവൻ കാണിച്ചെടുക്കാൻ പറ്റൂലേ? കാണിച്ചെടുക്കാം. നിങ്ങളല്ലേ പറയണ്ടേ? അല്ല, ഞങ്ങളെ പറയണ്ടേ. മുട്ട്, പാദസരം, കൊലുസ്, പാദസരം. പാദസരത്തിന്റെ വേറെ പേരാണോ? വെള്ളി.
ഞങ്ങളാ പറയേണ്ടത്. വെള്ളി നക്ഷത്രമാണോ? ഞാൻ ആദ്യം നോക്കിയത് വെള്ളി നക്ഷത്രം ഞങ്ങളെ ടീമാണ്. ചേട്ടാ കേട്ടോ എന്നൊരു സംശയമുണ്ട്. കേട്ടോ പുള്ളി മധുരം ടേസ്റ്റ് മധുരം നാരങ്ങ മധുര മാങ്ങ കിളിച്ചുണ്ണോ നെല്ലിക്ക മാമ്പഴം രണ്ടാമത്തെ അതിന് മുമ്പ് മാംഗോ അവസാനം മധുരം മധുര മാങ്ങ നല്ല മധുരം. മാങ്ങ പറിച്ചു. മാങ്ങ ലാസ്റ്റത്തെ വേണം വിട്ടില്ലേ നിങ്ങൾ പറയാനില്ല ഇങ്ങോട്ട് തരി. തേൻ മാമ്പഴോ തേൻ മാമ്പഴോ തേൻ മാമ്പഴോ തേൻ മാമ്പഴം മാവിൻ കൊമ്പത്ത്. പുതിയ സിനിമയാണോ പഴയ സിനിമയാണോ? അത് പറയാ പഴയ സിനിമ. നടനെ നടിനെയും പറയാൻ പറ്റും കണ്ണ് പൊത്തി. നടനെ നടിനെയും പറയാ ഈ മുണ്ടല്ലേ ഈ ഓരോ ടീമല്ലേ? അതല്ല നടനെ നടിനെയും പറയാൻ പറ്റും കൺമഷി. കണ്ണിലിങ്ങനെ വരച്ചു. കണ്ണു പൊട്ടി മിഴി. കണ്ണിരണ്ടിൽ മീശുള്ള മോഹൻലാല്. ആ ആ കമലദളം. വാസ്തവം. എന്തോന്ന് കാണിച്ചല്ലോ. ചോദിച്ചോ രാക്ഷസരാജാവ്. അച്ഛനായിട്ട് കിരീടം. മണി. ആ നപ്പി. തൊപ്പിയോ? ആ ആ ആ മാജിക്കാരനായിട്ട്. ആ മോഹൻലാൽ അതില് മാജിക്കാരനാണ്. മോഹിനി. മോഹിനിയാണോ നടി? വിസ്മയം. ഇത്രയും പറഞ്ഞു മാജിക്കിന് വേറെ പേരോ? എനിക്ക് മാജിക്. മാന്ത്രിക. മാന്ത്രിക. അത് ചേച്ചി അതൊക്കെ അറിയണ്ടാവനോട് പറയില്ല. ഇവളല്ല പേര് പറയേണ്ടത്. അമ്മയുടെ ഫ്രണ്ട്സ് അടുത്തത് പേര് പറഞ്ഞു. ചോദിക്ക ആരാ അഭിനയിച്ചേ? ജയറാം. പഴയ കൂടാണോ മിഡിലാണോ? നമുക്ക് പ്രത്യേകത എന്നോട് ഞാൻ മനസ്സിലാക്കി കൊടുക്കല്ലേ. കൊരങ്ങനോ? ഹനുമാന്. ആണ് നിങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. ആന. പോയി രാജാക്കൾ. ജീവ പറയാ കനകസിംഹാസനം. കേട്ടില്ലേ? പറ. അമ്മ തന്നെ പറഞ്ഞത്.
സീന് കാണിച്ചെടുത്ത് ലൂസിഫർ ടി വി ഇങ്ങനെ കാണിച്ചു തന്നു. ഇപ്പോഴൊക്കെ ഇന്നാള് കണ്ട ടി വിയിൽ ഇന്നാള് കണ്ടത് കാണിച്ചു തന്നു. നമ്മള് ലാസ്റ്റ് കണ്ടില്ല. സ്ഥലങ്ങളുടെ ഓരോരോ രീതികൾ ഇങ്ങനെ മാറി വരുന്നുണ്ട്. ബിൽഡിങ്ങും അങ്ങനെയൊക്കെ വരുന്നുണ്ട്. ഞങ്ങൾക്ക് അടുത്ത സ്റ്റോപ്പാട്ടോ ഇറങ്ങേണ്ടത്. ഒരു സ്റ്റോപ്പ് കഴിഞ്ഞ് അടുത്ത സ്റ്റോപ്പാണ് ഇറങ്ങേണ്ടത്. സ്റ്റോപ്പിന് ഇനി 1 മണിക്കൂർ. വന്ദേ ഭാരതാണ് കാണുന്നത്. ആക്ച്വലി ഞാന് ഇവിടെ എന്താ ഹിന്ദിയൊക്കെ പിന്നെ ഓർത്ത് നമ്മൾ ഇന്ത്യയിലാണെന്ന്. ഞാൻ ഇന്റർനാഷണൽ ട്രിപ്പ് പോവാണ് എന്നെ വെറുതെ കളിയാക്കി. ഫ്രണ്ട്സ് ഇപ്പൊ ഒരു ഗുഹ വന്നിട്ട് ഇത്രയും നേരം ഗുഹയ്ക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് കേറിയപ്പോണ്ട് കാറ്റൊക്കെ എവിടെന്നോ വന്ന് ചെവിയൊക്കെ അടഞ്ഞ എല്ലാരും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ശരിക്കും. അനുഭവം പറഞ്ഞ് നമ്മളെ എ സി ഇട്ടുകൊണ്ടാണ് അത്ര ഫീൽ ചെയ്യാത്തത്. ജനറലുള്ളവർക്കൊക്കെ നല്ല പോയില്ല. ഞങ്ങൾ ഗോവയിൽ എത്തിയിരിക്കുന്നു. മഡ്കോൺ റെയിൽവേ സ്റ്റേഷനിലാണ് ഞങ്ങൾ ഇറങ്ങിയത്. അവിടെ തുളുക്കി വെയിറ്റ് ഉണ്ടല്ലേ ബാഗിന്. ഫ്രണ്ട്സ് പുറത്തേക്ക് വരുമ്പം ഇങ്ങനെ ടാക്സിൻ്റെ ഇത് കാണാം. ഓ എറണാകുളം എയർപോർട്ടിൽ ഒന്ന് ഇറങ്ങി വരില്ലേ. പട്ടി വരച്ചാണ് ചോദിച്ചു. ഷണ്ട് തുടങ്ങിയതാ ഫ്രണ്ട്സ്. അവർ പപ്പയും അനൂപ് മാമനും കൂടെ ടാക്സിന്റെ ആവശ്യത്തിന് വേണ്ടിട്ട് പോയതാണ് കേട്ടോ ഫ്രണ്ട്സ്. അങ്ങോട്ട് എന്താ ഗവൺമെന്റിന്റെ അണ്ടറിലുള്ള പ്രീപെയ്ഡ് ടാക്സി കൗണ്ടറാണ്. ഈ ടാഗ് ഇട്ടിരിക്കുന്ന ആൾക്കാരെല്ലാം അതിന്റെ ആൾക്കാർ തന്നെയാണ്. അപ്പോൾ അവർ കംപ്ലീറ്റ് നമ്മളെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അവർ വണ്ടി വിളിച്ചു തന്നു. AC വേണമെന്ന് പറഞ്ഞ ഡ്രൈവറെ അറേഞ്ച് ചെയ്തു. അവർ റൂം എടുക്കാൻ സഹായിക്കും. പിന്നെ കൊൽവ ബീച്ച് എന്ന് പറഞ്ഞിട്ടൊരു ഏരിയയിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഫാമിലി ഫ്രണ്ട്ലി ആണ്. 24 മണിക്കൂർ ഓപ്പൺ ബീച്ചാണ്. പിന്നെ ഹോട്ടലിൽ ഒരുപാടുണ്ട് അവിടെ. നമ്മൾ ബഡ്ജറ്റിനനുസരിച്ച് എടുക്കാം. മറ്റേ ചീപ്പ് എടുക്കരുതെന്ന് പറഞ്ഞു. ഫാമിലി ആയതുകൊണ്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ടാകുന്നു. കുഴപ്പമില്ലാത്ത നോക്കി എടുക്കാം. അപ്പോൾ അവർ നല്ല സപ്പോർട്ടീവാണ്. ഗവൺമെൻറ് തന്നെ ടൂറിസത്തിനെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഇതിങ്ങനെ വരുന്നത് തോന്നുന്നു എനിക്ക്. അടിപൊളി. നമ്മൾ വേറെ എവിടെയും പോയപ്പോൾ അങ്ങനെ ഒരു സംഭവമില്ല. പാക്കേജിൽ പോണ മാതിരി നമ്മളെ വണ്ടി അതാണോ പാക്കേജ് ഇല്ലാതെ കോവിഡ് വരാം. ഇതുവരെ നമ്മുടെ ലഗേജ് ഡിക്കിയിലായിരുന്നു. ഇപ്പൊ നമ്മള് കൊമ്പത്ത് കയറി പിടിച്ചേക്കാണ് ഗൈസ്. യൂട്യൂബൊക്കെ ഉള്ളവരെല്ലാം ചോദിക്കുകയല്ലേ കണ്ണൂരുകാരെ. ഇതുവരെ കണ്ടെടുത്തോളം നമ്മളെ നാട്ടിലത്തെ പോലത്തെ സ്ഥലം തന്നെയാണ്. വ്യത്യാസമൊന്നുമില്ല. കോൾവ ബീച്ച് എത്താനായി കേട്ടോ. Esa morena linda se vuelve loca cuando alguien la invita a bailar.
ഇവിടെ നിൽക്കാൻ പോവാണ് ഫ്രണ്ട്സ്. ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങൾക്ക് ഫൈനലി ഒരു റൂം കിട്ടിയിരിക്കുന്നു. അപ്പോൾ എന്താണ് അതിൻ്റെ പേര്? കൃഷ്ണ. കുറച്ച് സമയം എടുത്തു റൂം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിവിടെ ഒന്ന് റേറ്റ് ചോദിച്ച സമയത്ത് ഒരു 16,000 ഓർ സംതിങ് പറഞ്ഞു. അപ്പോൾ ഞാനത് ഓൺലൈനിൽ ബുക്ക് ചെയ്യാൻ വേണ്ടി സെലക്ട് ചെയ്തിട്ടിരിക്കുകയാണ്. 12,000 സംതിങ് എൻ്റെ ഓഫർ, എനിക്ക് ഓൺലൈൻ ഓഫർ കിട്ടിയതാണ്, വെൽക്കം ഓഫർ മേക്ക് മൈ ട്രിപ്പിൽ. അപ്പോൾ ഞാനത് കാണിച്ചു കൊടുത്തപ്പോൾ പുള്ളിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. പുള്ളിക്ക് അത് കഴിഞ്ഞ് പുള്ളി ആകെ ഡസ്റ്റായി. പുള്ളിയുടെ മുഖമൊക്കെ വാടി ചിരിയൊക്കെ പോയി. 16,000 പറഞ്ഞത് 12,000 കുറഞ്ഞില്ല. അപ്പോൾ അങ്ങനെ പുള്ളി ഇപ്പം അങ്ങനെ വിഷമിച്ചിരിക്കുന്നുണ്ട് അവിടെ. 4,000 രൂപ കുറഞ്ഞു പോയല്ലോ എന്ന് വിചാരിച്ചിട്ട്. അതാ നമ്മളോടൊരു ദേഷ്യമുണ്ട് മൂപ്പർക്ക്. അപ്പം ഇനിയിപ്പോൾ അറിയില്ല, ഇനിയിപ്പോൾ പൂളിലൊക്കെ ഇറങ്ങുന്ന സമയത്ത് ഒരു സ്വിമ്മിങ് പൂൾ ഡ്രസ്സ് നിർബന്ധമായിട്ട് വേണമെന്ന് പറയും. ഉണ്ടെങ്കിൽ ഇറങ്ങാം. അത്രേ ഉള്ളൂ. നമ്മൾ ഇറങ്ങിയിരിക്കും, വാങ്ങിയിട്ടാണ് നമ്മൾ ഇറങ്ങുന്നത്. അപ്പോൾ നോക്കാം. എനിക്ക് തോന്നുന്നു ഫീഡ്ബാക്കാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇവിടെ പൊതുവെ ആൾക്കാർ കുറവ്. പുള്ളീനെ നമുക്ക് മാറ്റിയാലാണ് ഇവിടെ ആള് വരുള്ളൂ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്ത് ശരിയാണല്ലോ. ഇത് ട്രാൻസ്പെറന്റ് ബാത്റൂം ആണ്. ഇത് ഫേക്ക് ആണ് സത്യം പറഞ്ഞാൽ. നമുക്ക് തോന്നും അതിനകത്ത് കാണാണെന്ന്, പക്ഷെ നമ്മള് കാണൂല. ഇതിൻ്റെ ഉള്ളിൽ കൂടി ഇത് ചില്ല് വെറുതെ തോന്നുന്ന എവിടെയാണ് എവിടെ നിക്കണേ? പക്ഷെ ഇവിടെ കാണില്ലല്ലോ, കേൾക്കണില്ലല്ലോ. കാണൂലേ, അകത്തോട്ട് കാണൂല. പുതിയ ഇങ്ങോട്ട് കാണുന്നുണ്ടോ? ഇങ്ങോട്ട് കണ്ടോ ദിയ? ഇങ്ങോട്ട് കാണുന്നുണ്ടോ? ആ, ഇങ്ങോട്ട് പുറത്തോട്ട് കാണുന്നുണ്ട്. ആണോ? അതാ ഉള്ളില് കാണുന്നില്ലല്ലോ. ഒന്നാ കാണില്ല. അത് ശ്രദ്ധിച്ചില്ലേ? കണ്ടോ? ഇവിടെ നോക്ക്, ഇവിടെ നോക്ക്, എന്താണ് മോള് കയറി. അതൊന്ന് വിശ്വസിച്ചു സത്യമായിരിക്കും. അവിടെ ഡോറിൻ്റെ ലോക്ക് പ്രശ്നമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ വർക്കിംഗ് ആവുമെന്നുള്ളത് നോക്കണം. തിങ്സ് എല്ലാം അത് തിരിച്ചു. അത് പിടിച്ചേക്ക്. അത് മാത്രമേ കണ്ടിട്ടില്ല. അതെന്തായാലും വെള്ളത്തിന് എന്തായാലും പറയാ നീരു. ഇതൊക്കെയാണ് ഇവിടെ നമ്മുടെ സ്പെഷ്യൽ ട്രിപ്സ് ആക്ടിവിറ്റീസ്. കൊണ്ട് കവറാവില്ല. അതൊക്കെ മുരുടേശ്വരല്ലേ? വേറെ കർണാടക. ആ ഹംപി ഇവിടെ അടുത്താണ്. ഫിഷ് അക്വേറിയം, ഫോട്ടോ ഇവിടെ പിക്ക് 2-3 ദിവസം കറങ്ങാനുള്ള സംഭവം ഉണ്ട് കേട്ടോ ഗോവയിൽ. പക്ഷേ നമ്മൾ നാളെ മാത്രമേ ഉള്ളൂ. മറ്റന്നാൾ വീണ്ടും ഒരു വരക്കം കൂടി വരേണ്ടി വരും. നമ്മള് ഒരു ദിവസം ഗോവയിൽ എന്തപ്പോ കാണാൻ ബീച്ച് മാത്രമല്ലേ ഉള്ളൂ വിചാരിച്ചിട്ട് നമ്മൾ ഒരു ദിവസം മാത്രം എടുത്തേന്നത്. ഇത്രയും ഡേയ്സ് നമ്മൾ അറിഞ്ഞില്ല. ഫ്രണ്ട്സ്, നമ്മളൊരു കേരള വണ്ടി കണ്ടു. ഹായ് കേരള ബസ്സാട്ടോ, ഒരു ഫാമിലിയാണ് തോന്നുന്നത്. ഹായ് കേരള. ആരും കൊണ്ട് നോക്കണില്ല, എല്ലാരും ബീച്ചിൽ വിളിച്ച് തിരിച്ചു.
എവിടെ? ആ ശരിയാ, നമുക്ക് അവിടെ പോയി കഴിക്കാം. ഈ ഒരു പാലം കടന്നു കഴിഞ്ഞാല് ബീച്ചാണെന്നാണ് പറയണത്. നമുക്ക് പോയി നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് നാളെ ഇങ്ങോട്ട് വരാം, ബീച്ചിലോട്ട് ഇറങ്ങാം. നമുക്ക് നാളെ ജസ്റ്റ് ഞങ്ങൾ കാണാൻ വേണ്ടി വന്നത് കേട്ടോ. നല്ല തിരമാലയൊക്കെ അടിക്കുന്ന ബീച്ചാണ്. ഇരുട്ടാണ്, അപ്പൊ പിന്നെ നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. അങ്ങോട്ട് വെളിച്ചമുണ്ട്, കാണാനുണ്ട്. അവിടെ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, ഇരിക്കാനുള്ള സെറ്റപ്സ് ഉണ്ട്. ചിലപ്പോൾ അവിടെ നിന്ന് അങ്ങനെ അങ്ങോട്ട് നടക്കാനും ബീച്ചിന്റെ സൈഡിൽ ഇരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടാവാം. ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങളൊരു റെസ്റ്റോറൻറ്റ് കണ്ട് ഡിന്നർ കഴിക്കാൻ വേണ്ടി കയറുകയാണ് കേട്ടോ. ഞാൻ മിക്കവാറും ഓർഡർ ചെയ്യാൻ പോണ സെയിം ഫുഡ് തന്നെയായിരിക്കും. വാ കയറി വെക്കാം. ഞാൻ എന്നും ഇവിടെ വന്നേ പിന്നെ ഞാൻ ഫുൾ ഓർഡർ ചെയ്യണത് ഇതാണ് ഫ്രണ്ട്സ്. ഫ്രണ്ട്സ്, അങ്ങനെ ഞങ്ങള് അല്ലെങ്കിൽ വൈൻഡപ്പിന്റെ കിളി പോകലുണ്ട് ഫ്രണ്ട്സ്. പിന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെല്ലേക്ക് അമർത്താൻ മറക്കരുത്. അപ്പൊ ഇനി പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പത്തെ എല്ലാവർക്കും നിങ്ങൾ വിചാരിക്കുന്ന എന്താ ക്യാമറക്ക് ഷെയ്ക്ക്? ഇതാ ഇവിടെ എന്റെ കൈ പിടിച്ചു